ഹായ്, ഞാൻ സിമി. എല്ലാവർക്കും ആധാരം തയ്യാറാക്കൽ പരീക്ഷയുടെ ഓൺലൈൻ പരിശീലന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്ലാസുകൾ തയ്യാറാക്കിയത് അക്ഷയ ന്യൂസ് കേരളയും ഇ വോയ്സ് ഇൻഫോ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വിദ്യാഭ്യാസ വിഭാഗമായ ഇ വോയ്സ് എഡ്യു ഹബും ചേർന്നാണ്. ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കൽ പരീക്ഷയുടെ ഭാഗം 1 തിയറി പേപ്പറായ കേരള ആധാരം എഴുത്തുകാരുടെ ലൈസൻസ് ചട്ടങ്ങളും അനുബന്ധ വിഷയങ്ങളും എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ആധാരം എഴുത്തുകാരൻ ആരാണ്, പകർത്തി എഴുത്തുകാരൻ ആരാണ്, ആധാരം എഴുത്തുകാരനും പകർത്തി എഴുത്തുകാരന് വേണ്ട യോഗ്യതകൾ, ലൈസൻസ് കിട്ടാതിരിക്കാനുള്ള അയോഗ്യതകൾ, ഇവയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലൈസൻസിംഗ് അതോറിറ്റി ആരാണ്, ലൈസൻസിംഗ് അതോറിറ്റിയുടെ കടമകളും കർത്തവ്യങ്ങളും എന്താണ്, ലൈസൻസ് പുതുക്കി കൊടുക്കുവാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം, ഒരു ആധാരം എഴുത്തുകാരന് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തെല്ലാം ചട്ടങ്ങൾ പാലിക്കണം എന്നാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ്സിലേക്ക് കടക്കാം. ലൈസൻസിംഗ് അതോറിറ്റി ആരാണ്? രജിസ്ട്രേഷൻ സൂപ്രണ്ടിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് ലൈസൻസിംഗ് അതോറിറ്റി. അതായത് രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ, അദ്ദേഹമാണ് ലൈസൻസിംഗ് അതോറിറ്റി. ഈ ലൈസൻസിംഗ് അതോറിറ്റിയാണ് ആധാരം എഴുത്തുകാരനും പകർത്തി എഴുത്തുകാരനും ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ ലൈസൻസിംഗ് അതോറിറ്റിയുടെ കടമകളും കർത്തവ്യങ്ങളും എന്താണ് എന്നാണ് പഠിക്കുന്നത്. ലൈസൻസിംഗ് അതോറിറ്റിയാണ് ആധാരം എഴുത്തുകാരനും പകർത്തി എഴുത്തുകാരനും ലൈസൻസ് കൊടുക്കുന്നത്. ലൈസൻസ് കൊടുക്കുക മാത്രമല്ല, ലൈസൻസ് പുതുക്കുന്ന കാലയളവിൽ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതും ലൈസൻസിംഗ് അതോറിറ്റിയാണ്. ലൈസൻസ് കൊടുക്കുകയും പുതുക്കുകയും മാത്രമല്ല, ലൈസൻസ് ലഭിച്ച ആധാരം എഴുത്തുകാരനോ പകർത്തി എഴുത്തുകാരനോ ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, പിൻവലിക്കുക, റദ്ദ് ചെയ്യുക, ഇതെല്ലാം ലൈസൻസിംഗ് അതോറിറ്റിയുടെ കടമകളാണ്. കൂടാതെ ആധാരം എഴുത്തുകാരനും പകർത്തി എഴുത്തുകാരനും കാലാകാലം വരുന്ന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ജോലി കാര്യക്ഷമമായി ചെയ്യുവാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നതും ലൈസൻസിംഗ് അതോറിറ്റിയാണ്. ഇതെല്ലാമാണ് ലൈസൻസിംഗ് അതോറിറ്റിയുടെ കടമകളും കർത്തവ്യങ്ങളും. ഇനി നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിൽ ലൈസൻസ് പുതുക്കുവാൻ പാടില്ല എന്നാണ് പഠിക്കുന്നത്. ഒരു ആധാരം എഴുത്ത് ലൈസൻസി ചട്ടങ്ങളെ പാലിക്കണം, സർക്കാർ ഉത്തരവുകളെ പാലിക്കണം, കാലാകാലങ്ങളിൽ മാറി വരുന്ന നമ്മുടെ മാറ്റങ്ങൾക്കനുസൃതമായി പ്രമാണങ്ങൾ തയ്യാറാക്കുകയും എഴുതുകയും വേണം, ഓർഡറുകളെ അനുസരിക്കണം. ഇതൊന്നും അനുസരിക്കാത്ത, ചട്ടങ്ങളെ പാലിക്കാത്ത ആധാരം എഴുത്തുകാർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കുകയില്ല എന്നാണ് ചട്ടപ്രകാരം പറയുന്നത്. കൂടാതെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ട കാലയളവിൽ ഒരു ആധാരം എഴുത്ത് ലൈസൻസിക്ക് വീണ്ടും ലൈസൻസ് പുതുക്കുവാനുള്ള അപേക്ഷ കൊടുക്കുവാൻ പാടില്ല. കൂടാതെ ലൈസൻസ് പുതുക്കുന്ന കാലയളവിൽ അദ്ദേഹം ഏതെങ്കിലും അയോഗ്യതയിൽ ഉൾപ്പെട്ടാൽ അദ്ദേഹത്തിനും ലൈസൻസ് പുതുക്കുവാൻ സാധ്യമാകുന്നതല്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്തെല്ലാമായിരുന്നു അയോഗ്യതകൾ. അതായത് ഒരു മൈനർ ആയിരിക്കുക, ഒരു മാനസിക വെല്ലുവിളി, ചിത്തഭ്രമം, അതുപോലെ പാപ്പർ ഹർജി കൊടുത്ത ആൾ, നിർധനത്വം പാസ്സാകാത്ത ആൾ എന്നർത്ഥം. കൂടാതെ ക്രിമിനൽ കുറ്റത്താൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ആൾ, പ്രാക്ടീസ് ചെയ്യുന്ന പ്ലീഡറെയും അഡ്വക്കേറ്റിനെയും പ്രാക്ടീസ് ചെയ്യണ്ട എന്ന് വിലക്കിയിട്ടുണ്ടെങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വഭാവ ദൂഷ്യത്താൽ അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്താൽ, പെൻഷൻ മേടിക്കുന്ന കാലയളവിൽ അദ്ദേഹം പെൻഷൻ റദ്ദ് ചെയ്യപ്പെട്ടാൽ, ഇതെല്ലാം അയോഗ്യതകളായിരുന്നു. ഈ അയോഗ്യതയിൽ ഉൾപ്പെട്ട ആർക്കും തന്നെ വീണ്ടും ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ലൈസൻസ് പുതുക്കി കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ.
ഈ കാരണങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇതിലൊന്നും താൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഒരു ആധാരം എഴുത്തുകാരന് ബോധ്യമുണ്ടെങ്കിൽ ലൈസൻസിംഗ് അതോറിറ്റിയുടെ പുതുക്കൽ നിരസിച്ച ഉത്തരവ് ഇതിലൊന്നും താൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഒരു ആധാരം എഴുത്തുകാരന് ബോധ്യമുണ്ടെങ്കിൽ ലൈസൻസിംഗ് അതോറിറ്റിയുടെ പുതുക്കൽ നിരസിച്ച ഉത്തരവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഉത്തരവ് കിട്ടി 2 മാസത്തിനകം സർക്കാരിലേക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ്. അപ്പീൽ കൊടുത്ത ശേഷം ഈ ആധാരം എഴുത്തുകാരൻ ചട്ടലംഘനം നടത്തിയിട്ടില്ല, അയോഗ്യതയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ലൈസൻസ് പുതുക്കുവാനുള്ള ഉത്തരവ് ലഭിക്കുന്നതാണ്. കൂടാതെ ലൈസൻസ് പുതുക്കേണ്ട കാലയളവിൽ കൃത്യമായ ലൈസൻസ് പുതുക്കേണ്ട അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ലൈസൻസ് പുതുക്കുവാനുള്ള അപേക്ഷ കൊടുക്കുവാൻ സാധ്യമല്ല. എങ്കിലും എന്ത് കാരണം കൊണ്ടാണ് ലൈസൻസ് പുതുക്കാൻ കഴിയാതിരുന്നത് എന്ന കാരണം കാര്യകാരണ സഹിതം ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ, ലൈസൻസിംഗ് അതോറിറ്റിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ, ലൈസൻസിംഗ് അതോറിറ്റിക്ക് അത് ബോധ്യപ്പെട്ടാൽ ലൈസൻസ് പുതുക്കേണ്ട തുകയുടെ 2 ഇരട്ടി പിഴ അടച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇതെല്ലാമാണ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ആധാരം എഴുത്തുകാരന് ലൈസൻസ് കിട്ടിയാൽ അദ്ദേഹം എന്തെല്ലാം ചട്ടങ്ങൾ പാലിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ആധാരം എഴുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ലൈസൻസ്, അതായത് പരീക്ഷ ജയിച്ച് ലൈസൻസ് കിട്ടാൻ കാത്തിരിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരീക്ഷ എഴുതി പാസ്സായി ഒരു ആധാരം എഴുത്തുകാരനായാൽ നമ്മൾ എന്തെല്ലാം ചട്ടങ്ങളെ പാലിക്കണം എന്നാണ് ലൈസൻസിംഗ് അതോറിറ്റിയുടെ ചട്ടപ്രകാരം പറയുന്നത് നോക്കാം. ആദ്യമായി പറയുന്നത് ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന എല്ലാ ചട്ടങ്ങളും പാലിക്കാൻ ആധാരം എഴുത്തുകാരൻ നിർബന്ധിതനാണ്. ചട്ടങ്ങളെ പാലിക്കണം. അപ്പൊ അദ്ദേഹം എന്തൊക്കെ ചെയ്യണം? ഒരു ആധാരം എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റെ ഓഫീസിൽ ആവശ്യങ്ങൾക്കായി വരുന്ന കക്ഷികളുടെ കയ്യിൽ നിന്നും ഗവൺമെന്റ് പറയുന്ന പൈസയല്ലാതെ, പണമല്ലാതെ 1 രൂപ പോലും അദ്ദേഹം അധികം വാങ്ങാൻ പാടില്ല ചട്ടപ്രകാരം പറയുന്നു. ഒരാളുടെ കയ്യിൽ നിന്ന് പോലും അധികം പൈസ ഈടാക്കരുത്. അത് ചട്ടപ്രകാരം ശരിയല്ല എന്ന് പറയുന്നു. കൂടാതെ അദ്ദേഹം തന്റെ ഓഫീസിൽ താൻ വാങ്ങുന്ന ഫീസിന്റെ കൃത്യമായ പട്ടിക എല്ലാവരും കാണുകെ പ്രാദേശിക ഭാഷയിൽ എഴുതി വെക്കണം എന്നുകൂടി ചട്ടപ്രകാരം പറയുന്നു. കൂടാതെ ലൈസൻസിംഗ് അതോറിറ്റിയും ഗവൺമെന്റും പറയുന്ന രജിസ്റ്ററുകൾ, രസീതുകൾ, റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നു. അത് എപ്പോൾ വേണമെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ചട്ടപ്രകാരം പറയുന്നു. കൂടാതെ അദ്ദേഹം തന്റെ കക്ഷിയിൽ നിന്ന് മേടിക്കുന്ന പണത്തിന് കൃത്യമായ രസീത് കൊടുക്കുകയും ആ രേഖ കൃത്യമായി തന്റെ ഓഫീസിൽ കൗണ്ടർ ഫോയിൽ സൂക്ഷിക്കണമെന്നും പറയുന്നു. പിന്നീട് പറയുന്നത് രജിസ്ട്രേഷൻ ഓഫീസിലെ ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ടോ റെക്കമെൻഡേഷൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടോ ഒരാളിൽ നിന്ന് പോലും അദ്ദേഹം അധികം പൈസ വാങ്ങിക്കൂടാ എന്നും പറയുന്നു. കൂടാതെ കാലാകാലങ്ങളിൽ ലൈസൻസിംഗ് അതോറിറ്റി പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം അദ്ദേഹം പ്രമാണങ്ങൾ എഴുതാൻ എന്നുകൂടി ചട്ടപ്രകാരം പറഞ്ഞു വെക്കുന്നു. പിന്നീട് അദ്ദേഹം ആധാരങ്ങളും പ്രമാണങ്ങളും എഴുതുമ്പോൾ കൃത്യവും വ്യക്തവും അർത്ഥശങ്കയില്ലാത്ത വാക്കുകളാൽ പ്രമാണങ്ങൾ എഴുതണം എന്ന് പറയുന്നു. അതായത് ഒരു ആധാരം വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ വേണം ആധാരങ്ങൾ എഴുതാൻ. അതാണ് അർത്ഥശങ്കയില്ലാത്ത വാക്കുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടും അദ്ദേഹം പ്രമാണങ്ങൾ എഴുതുമ്പോൾ കൃത്യവും വ്യക്തവുമായിരിക്കണം ചട്ടപ്രകാരം പറയുന്നു. കൂടാതെ ലൈസൻസിംഗ് അതോറിറ്റിയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വേണം അദ്ദേഹം പ്രമാണങ്ങളെ എഴുതുവാനും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുവാനും എന്നും ചട്ടപ്രകാരം പറയുന്നു. ഇതെല്ലാമാണ് ഒരു ആധാരം എഴുത്തുകാരൻ പാലിക്കേണ്ട ചട്ടങ്ങൾ. ഈ ചട്ടങ്ങളെ പാലിച്ചില്ലെങ്കിൽ ലൈസൻസ് പുതുക്കുവാനോ ലൈസൻസിന് ഒരു സസ്പെൻഷൻ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചട്ടങ്ങളെ നിരസിക്കൽ.
അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ ചട്ടങ്ങളെല്ലാം ആധാരം എഴുത്തുകാരൻ പാലിക്കണം. ഇത് പാലിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈസൻസ് തന്നെ റദ്ദ് ചെയ്യപ്പെടാവുന്ന കുറ്റമായിട്ട് തന്നെ പരിഗണിക്കുകയാണ് ചെയ്യുക. അപ്പൊ എല്ലാവരും പാഠഭാഗങ്ങൾ പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.